പണ്ടൊക്കെ പീരിയഡ്സ് ടൈമിൽ രാവിലെ കിടക്കും ഞാൻ. എന്നിട്ട് എപ്പോഴാണോ എണീക്കുന്നത് അപ്പോഴാണ് ഫുഡ് കഴിക്കുക. അത് മിക്കവാറും വൈകുന്നേരമായിരിക്കും. അപ്പോഴാണ് പീരിയഡ്സിൻ്റെ ആ ഒരു പെയിനൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുക. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവ് എന്നെ അങ്ങനെ കിടക്കാൻ സമ്മതിക്കൂല. ഫുഡ് കഴിക്കാണ്ട് കിടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് വിളിച്ചുണർത്തിയിട്ട് ഫുഡ് കഴിപ്പിക്കും. അങ്ങനെയുള്ളൊരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെന്താ ഈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ? അതാ ആ കൈ കാണുന്ന 2 ചോക്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. പീരിയഡ്സ് ടൈമിൽ ക്രേവിങ്സ് ഉണ്ടാവില്ലേ, ഇത് ചോക്ലേറ്റ് കഴിക്കാനായിട്ട്. ഒരു ചോക്ലേറ്റ് തന്ന് മറ്റേത് മുക്കാന്ന് കരുതിയതായിരുന്നു അവൻ. പക്ഷെ ഞാൻ വിടുവോ, രണ്ടും വാങ്ങി. പിന്നെ ഇക്വാലിറ്റി മസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഒരു കിറ്റ്കാറ്റിന്റെ പകുതിയും ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു. പിന്നെ ഡയറി മിൽക്കിന് ഇക്വാലിറ്റി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. പിന്നെ പീരിയഡ്സ് എനിക്കല്ലേ, ക്രാവിങ്സ് അപ്പോൾ എനിക്ക് തന്നെ മതി. ഈ പ്രാവശ്യം പിന്നെ ചോക്ലേറ്റ് വാങ്ങാൻ കടയിൽ പോകേണ്ട ആവശ്യം വന്നില്ല. കഴിഞ്ഞ ദിവസം ഹസിന്റെ സിസ്റ്ററുടെ എൻഗേജ്മെന്റ് ആയി. കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ചോക്ലേറ്റ് ബോക്സ് എന്റെ പ്രിയപ്പെട്ട ഹസ് കുറച്ചുകൂടി നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും പരിപ്പെടുത്ത് വെച്ചു. അങ്ങനെ അതിൽ നിന്ന് ഞാൻ എടുത്തു വെച്ച ചോക്ലേറ്റ്സ് ആണ് നേരത്തെ പീരിയഡ് ക്രാവിങ്സ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിച്ചത്. പീരിയഡ്സ് ക്രാവിങ്സ് എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് കഴിക്കുന്നവരും ചോക്ലേറ്റ് കൊണ്ടു കൊടുക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? കമന്റ് ചെയ്യും.